ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ക്ലീനിങ്ങും കിച്ചണിൽ കുറച്ച് ക്ലീനിങ്ങും അതുപോലെ കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ മൊത്തത്തിൽ കണ്ടുനോക്കിയിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ രാവിലെ തന്നെ കുറച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തൊന്ന് ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. ഇതിങ്ങനത്തെ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് വെക്കുമ്പോൾ ഈ ലീഫി വെജിറ്റബിൾസൊക്കെ ഇല്ലേ, അത് പെട്ടെന്നൊന്നും ഇങ്ങനെ കേട് വരാണ്ടിരിക്കും കേട്ടോ. ഇത് ഒരാഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ നമ്മളിങ്ങനെ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ എന്താ പറയുക, കേടൊന്നും വരാണ്ടിരിക്കും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ ഒരു പാക്കേജിങ് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിലാണ് വരിക. അത് നല്ലോണം തന്നെയാണ് പാക്കേജിങ് ഉണ്ടാവുക. പക്ഷേ എന്നാലും അതിനെക്കാട്ടിലും ഇങ്ങനെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നാൾ കൂടുതൽ എന്താ പറയുക ലാസ്റ്റ് ചെയ്യും കേട്ടോ, ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. തക്കാളി എപ്പോഴും കഴുകിയിട്ട് അതിൽ വെള്ളം കളഞ്ഞിട്ടാട്ടോ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. നമ്മുടെ ഗ്രീൻ ടീയില്ലേ, അതിൻ്റെ ഒരു ചെറിയ പാക്കറ്റ്സിൽ വരുന്നത് അത് ഞാൻ വാങ്ങിക്കലുണ്ട്. ഞാൻ ഗ്രീൻ ടീ കുടിക്കും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ എടുത്തിട്ട് പോകാനായാലും അല്ലെങ്കിൽ പെട്ടെന്ന് കുടിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റും, ഈസിയാണ്. എന്നാലും ഇതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ രണ്ടും ചെയ്യും. പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതെടുക്കും. ഇങ്ങനെ തണുത്തത് കുടിക്കാൻ തോന്നുമ്പോൾ ഒക്കെ ഇതെടുക്കും. മറ്റേത് അല്ലാത്തപ്പോൾ ചൂടോടെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും കുടിക്കും. പിന്നെ ഇത് നമ്മുടെ കോക്കനട്ട് വാട്ടറാണ്. ഇതും ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാവും. അങ്ങനെ കേട്ടോ. പിന്നെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഡ്രോയർ ഉണ്ട് കിച്ചണിൽ, ഐലൻഡിലെ ഒരു ഡ്രോയറാണിത്. ഇതിലേക്കുണ്ടല്ലോ എത്രയൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഒരാഴ്ച കഴിയുമ്പോൾ ഇത് കൊളാവും. എന്നാലും ഞാനത് വലിച്ചു നീട്ടി ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കൊണ്ടുപോകും കേട്ടോ, മടിയായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടെന്ന് വെച്ചാൽ. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ഒന്നും അങ്ങനെ വലിഞ്ഞു വാരിയിട്ടല്ല, പക്ഷേ ഇത് പലതും പല സൈഡിലൊക്കെയാണ് ഉണ്ടാവുക. എന്താ പറയുക, അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ഇത് കൊളാക്കുന്നത് എൻ്റെ മോളാണ്. ഈ ഓരോ സാധനങ്ങൾ വന്നിട്ട് എടുത്തിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഇട്ടിട്ട് പോകട്ടാ. അങ്ങനെ പിന്നെ എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനെടുത്ത സ്ഥിതിക്ക് ഞാൻ കരുതി ഈ സ്പൂണുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കഴുകിയും കൂടെ വെച്ചേക്കാമെന്ന് കരുതി. കഴുകി തന്നെ വെച്ചിട്ടുള്ളതാണ്, പക്ഷേ മൊത്തത്തിലെടുത്തപ്പോൾ പുറത്തേക്കൊക്കെ ഇട്ടില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഒന്ന് പെട്ടെന്ന് തന്നെ റിൻസ് ചെയ്ത് എടുത്തേക്കാമെന്ന് കരുതിയിട്ട് ഡിഷ് വാഷറിലേക്ക് വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഈ ഒരു ഡ്രോയർ ക്ലീൻ ചെയ്തതിന് ശേഷം അതിനുള്ളിലേക്ക് തിരിച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇത് കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതെൻ്റെ ഓയിൽ ഡിസ്പെൻസറിൻ്റെ ഇതായിരുന്നു. ബോട്ടിൽ തറയിൽ വീണിട്ട് പൊട്ടിപ്പോയി. കുറച്ച് നാളായിപ്പോൾ. ഇത് മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മറ്റേ കിച്ചണിലെ ഇതിലേക്ക് അടച്ച് വെക്കണമെന്ന് ഇതെടുത്ത് വെക്കണമെന്ന് കരുതൂട്ടെ. ഇത് അതിലേക്കും പാകാവും, വെക്കാൻ പറ്റും. പക്ഷേ ഇതെൻ്റെ അടുത്ത് ഒന്നേ ഉള്ളൂ. കിച്ചണിൽ ഞാൻ ഒരേപോലത്തെ 3 ബോട്ടിൽസ് യൂസ് ചെയ്യലുണ്ട്. ഓരോ തരം ഓയിലായിട്ട് വെച്ചിട്ട്, ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ അങ്ങനെ വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് 3ലേക്കും കൂടി വെക്കാനായിട്ട് ഇതില്ലല്ലോ, ഒരെണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഇതിൻ്റെ ഒരെണ്ണം കൂടി വാങ്ങിക്കണം എന്ന് കരുതിയിട്ട് ഞാനിതെടുത്ത് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. ആ ബോട്ടിലും നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ അത് പൊട്ടിപ്പോയി.
പിന്നെ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ വെക്കാനും ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് എംപ്റ്റി ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് എടുത്തിട്ട് ഞാനൊന്ന് കഴുകി വെക്കുകയാണ്. ഇനി ഇതിപ്പോൾ കഴുകിയിട്ട് ഞാൻ സ്റ്റോർ റൂമിലേക്ക് എടുത്ത് വെക്കും കേട്ടോ. ഇത് ഞാൻ വേറെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴുകി ഡ്രൈ ആക്കിയിട്ട് സ്റ്റോർ റൂമിലേക്ക് വെക്കും. ഇനി ഇതിലേക്ക് വെക്കേണ്ട സാധനങ്ങൾ ആവുമ്പോൾ മാത്രമാണ് ഇത് ഞാൻ പുറത്തെടുത്തുനിന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വീണ്ടും വെക്കുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ എംപ്റ്റി ആയിട്ടുള്ളതൊക്കെ വെറുതെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആകെ മെസ്സപ്പായിട്ടാണ് ഉണ്ടാവുക. കാണുമ്പോഴും ഒരു ഭംഗി ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ കുറച്ച് സ്പേസ് അത് എടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്നും സ്റ്റോർ ചെയ്യാത്ത കണ്ടെയ്നേഴ്സൊക്കെ എടുത്ത് അപ്പം തന്നെ മാറ്റിയിട്ട് കഴുകിയിട്ട് മാറ്റി വെക്കും കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ഓൾ പർപ്പസ് ക്ലീനർ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇവിടെ അങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മാത്രം മതി. അപ്പോൾ അതൊന്ന് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുക്കിംഗ് ആണ്. ഇന്നിപ്പോൾ അങ്ങനെ അത്ര അധികമൊന്നും ഉണ്ടാക്കാനൊന്നും എനിക്ക് സമയമില്ല. കാര്യം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാണ്ട് തന്നെ ഒരുപാട് ജോലികൾ വേറെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ അടുത്ത് ഇന്നലെ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ കുറച്ച് ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ബാക്കി വന്നതായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഗ്രിൽഡ് ചിക്കനൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഞാൻ സ്വയം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഭയങ്കര ടേസ്റ്റാട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കരുതി എൻ്റെ അടുത്ത് ഗീ റൈസ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്നെങ്കിൽ പിന്നെ ഇതൊന്ന് പെട്ടെന്ന് കറിയാക്കി എടുക്കാമെന്ന്. ചൂടായ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് ഉള്ളിയിലെ സവോള അത് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്കിപ്പോൾ ഞാനൊരു പച്ചമുളകും പിന്നെ കുറച്ച് വേപ്പിലയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വന്നപ്പോഴേക്കും ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വെക്കാറുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ ഇല്ലേ പെട്ടെന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളിൽ പലരും ചെയ്യുന്ന തന്നെ ആവും കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചപ്പോൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം തക്കാളിയും കൂടിയിട്ട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത്യാവശ്യം നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ. എക്സ്ട്രാ ആയിട്ട് കുരുമുളകോ വലിയ ജീരകത്തിൻ്റെ പൊടിയോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ പൊടികളെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഈ പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരാനായിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഗ്രേവിക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഗ്രിൽ ചെയ്ത ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കുഞ്ഞു പീസസ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു കറി റെഡി ആവും കേട്ടോ. ഇത് കാണുമ്പോൾ തട്ടിക്കൂട്ട് കറിയാണെങ്കിലും ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ഇനി കറികളൊക്കെ കറികളൊക്കെ എന്ന് പറയാനൊന്നുമില്ല, ആ ഒരു കറി മാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ ഗീ റൈസും ഉണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ലഞ്ചിന്. അപ്പോൾ ഇനി ബാക്കിയുള്ള ക്ലീനിങ്ങിന് വന്നതാണ്. ഇനി കിച്ചണിൽ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഡ്രോയർ ഉണ്ട്. അതിനുള്ളിൽ ഞാൻ ഈ സ്പാച്ചുലേഴ്സും
പിന്നെ എന്താ പറയുക ഇങ്ങനത്തെ കയ്യിലില്ലേ അതും അങ്ങനത്തെ സാധനമൊക്കെ വെക്കുക ഇവിടെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതങ്ങനെ കുളമായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ഒന്ന് ജസ്റ്റ് എല്ലാ ആഴ്ചയിലും ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ചെയ്യുന്ന പോലെ ഒന്ന് ക്ലീനിങ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇതങ്ങനെ മറ്റേ ഡ്രോയർ പോലെ കുളമായി കിടക്കുകയൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് തിരിച്ച് അതിൻ്റേതായിട്ടുള്ള സ്പേസുകളിൽ വെച്ച് കൊടുക്കും. ഈ ഒരു ബോക്സുകൾ വെച്ചിട്ടില്ലേ ഞാൻ ഈ ഡ്രോയറിനുള്ളിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഈ സ്പാച്ചുലാസും കയ്യിലൊക്കെ വെക്കുന്നതിന് മുന്നേ സ്പൂണൊക്കെ വെക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും ഒരു ടിഷ്യൂ ഇല്ലേ ഇതുപോലത്തെ കിച്ചൺ ടവൽ അതൊന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. അത് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ ഡിഷ് വാഷറിലൊക്കെ കഴുകിയിട്ട് അല്ലാണ്ടൊക്കെ കഴുകിയിട്ടൊക്കെ എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അതിനകത്ത് കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവില്ലേ. അപ്പം ആ വെള്ളം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഈ ടിഷ്യൂലായിക്കോളൂല്ലോ. അല്ലാണ്ട് ആ ഒരു ബോക്സമ്മ ഇതായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പൊട്ടമണം വരിക അല്ലെങ്കിൽ എന്താ പറയുക ഒരു കുളമായിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനൊരു ടിഷ്യൂ ആദ്യം വെച്ച് കൊടുക്കും. അതിന് ശേഷമാണ് ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. സ്പാച്ചുല ഞാനിപ്പോൾ തീരെ എടുക്കലില്ല. അതിനകത്ത് ആ വെള്ള കളറിൽ എന്തോ മസാലയാണോ എന്താ അറിയില്ല ആ കളർ. ഇത് ഞാൻ ഐക്കിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ ആ കളർ പിടിച്ചിട്ട് ആകെ അത് പൊട്ടായിട്ടുള്ളത് കാണുമ്പോൾ ഒരു ഭംഗിയില്ല എന്നല്ല ഒരു സുഖമില്ല അത് കാണുമ്പോൾ. ഞാനിപ്പോൾ അത് അധികം യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കാമെന്ന് കരുതി. പിന്നെ ഇവിടെ ഈ ഒരു ഡ്രോയറിലാണ് ഞാൻ ടോങ്സും അതുപോലെ തന്നെ നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സിലിക്കോൺ സ്പാച്ചുലാസും വുഡൻ സ്പാച്ചുലാസൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുക. ഈ ഒരു സ്പേസിലാണ് ഇവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഇവിടെ. അപ്പം നമുക്ക് എളുപ്പം എടുക്കാമല്ലോ, ഈസി അല്ലേ എടുക്കാനായിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെ ആയിട്ടാണ് വെക്കുക. അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് തുടച്ചതിന് ശേഷം ഒരു മാറ്റില്ലേ അതൊന്ന് തുടച്ചതിന് ശേഷം ഇതൊക്കെ തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തിരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ സ്പൂണൊക്കെ വെക്കുന്ന ഒരു പ്ലേസില്ലേ അവിടത്തേക്ക് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത്. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു. ബൈ.